നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളി സാമ്പാറാണ്. വളരെ സിമ്പിൾ ആയിട്ട് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ടിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ള കറിയാണിത്. നമുക്ക് നോർമൽ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കഷ്ണങ്ങളൊക്കെ വേണം. ഇതൊന്നും ആവശ്യമില്ല. കുറച്ച് ചെറിയുള്ളി നന്നാക്കി എടുക്കുക, ഒരു 250 ഗ്രാം ചെറിയുള്ളി. അതുപോലെ തന്നെ കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ട് അരിയിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കപ്പ് നമ്മുടെ തുവരപ്പരിപ്പ്, നമ്മുടെ സാമ്പാർ പരിപ്പ് എന്നൊക്കെ പറയുന്ന തുവരപ്പരിപ്പ് ഒരു കപ്പ് എടുക്കുക. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ്, കുറച്ച് പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, കുറച്ച് കറിവേപ്പില, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. അതുപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കട്ടെ. നമ്മൾ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ കുറവാണ്. അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് സാമ്പാർ വെക്കാനായിട്ട് നമുക്ക് ആദ്യം പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ ഞാൻ പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 പച്ചമുളക് പൊളിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമുക്കൊരു 3 വിസിലടിക്കുന്നത് വരെ ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് നല്ല ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 വിസിലടിക്കുന്നത് വരെ ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ സാമ്പാർ പരിപ്പ് ഓൾറെഡി നമ്മൾ പ്രഷർ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. ഞാൻ ചൂടായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പൊ ചെറിയുള്ളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 3 പച്ചമുളക് നടുവ് പൊളിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. നമുക്ക് ഇതൊരു ട്രാൻസ്പെറന്റ് ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത് വരെ നല്ലതുപോലെ ഈ ചെറിയുള്ളി വഴറ്റിയെടുക്കണം. അവിടെ ഈ ചെറിയുള്ളി നല്ലപോലെ ഇങ്ങനെ വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ അധികം വഴറ്റുന്നതിന് മുമ്പ് തന്നെ ഒരു 2-3 മിനിറ്റ്, ഒരു 3-4 മിനിറ്റ് വഴറ്റുമ്പോൾ തന്നെ ഇത് ഏകദേശം ഒരു ട്രാൻസ്പെറന്റ് പോലെ ആവുന്നത്. ഇതിന്റെ ഈ കളറൊക്കെ ഒന്ന് മാറി ഒരു ട്രാൻസ്പെറന്റ് സ്റ്റേജിലേക്ക് എത്തും. നമുക്കത് നല്ലതുപോലെ വാടി കിട്ടിക്കഴിഞ്ഞാൽ ആ രീതിയിലെത്തും. അപ്പൊ നമ്മുടെ ഉള്ളി നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് ഒരു 3 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഇത് നല്ലതുപോലെ ഇതിന്റെ പൊടികളൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ഫ്രൈ ആയ രീതിയിൽ വന്നിട്ടുണ്ട്. ഇത് ഒരു 3-4 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് വരെ മാക്സിമം ഒന്ന് ഇങ്ങനെ ഒന്ന് വഴറ്റിയാൽ തന്നെ ഇതൊന്ന് ഇതുപോലെ ആയി കിട്ടും. അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി പൊടികളൊന്ന് ഡ്രൈ ആയതിനു ശേഷമാണ് തക്കാളി ചേർക്കേണ്ടത്. അപ്പൊ ഒരു തക്കാളിയിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വല്ലാതെ വെന്ത് ഉടയേണ്ട കാര്യമില്ല തക്കാളി. അപ്പൊ നമ്മൾ തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ 1 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറി നന്നായിട്ട് തിളപ്പിക്കുക. തിള വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ കറി നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ദാല് നമ്മൾ പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യുക. അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കി ശരിക്ക് അത് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കും ചെയ്തോടൊപ്പം. അപ്പൊ നമ്മുടെ സാമ്പാർ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല തിള വന്ന് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. നമുക്ക് ഇനി കുറച്ച് കടുക് പൊട്ടിക്കാനുണ്ട്. അപ്പൊ നമ്മൾ കടുക് വറുക്കാനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് ഒരു 3 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പൊ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം.
ഇത് നല്ലപോലെ ഒന്ന് മുളകൊന്ന് മൂട്ട് കിട്ടുന്നത് വരെ ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കുക. കരിഞ്ഞു പോയരുത്, നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കടുക് വറുത്തത് നേരെ ഇതിലേക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി, സൂപ്പർ ടേസ്റ്റ് ആണ്. ഉപ്പൊന്ന് നിങ്ങൾ ലാസ്റ്റ് ടൈമിൽ ഉപ്പ് നോക്കണം. ഞാനിപ്പോൾ ഇട്ട ഉപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ള സാധനമാണ് ഉള്ളി സാമ്പാർ. നമുക്ക് ഇഡ്ഡലിയും ദോശ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ചോറ് കഴിക്കുമ്പോഴോ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.